ഹലോ, വെൽക്കം ടു സെലക്ട് അപ്പ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റിട്സിനെ കുറിച്ചാണ്, ഇന്ത്യയിലെ റിട്സിനെ കുറിച്ച്. സോ ആദ്യമായി റിട്സ് എന്താണെന്ന് മനസ്സിലാക്കുക. സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി ഇഷ്യൂ ചെയ്യുന്ന ഫോർമൽ ഓർഡേഴ്സാണ് റിട്സ്. ഈ റിട്സ് അതെന്തിനു വേണ്ടിയിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത്? സിറ്റിസൺസിൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ. സിറ്റിസൺസിൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ അതിനുവേണ്ടി സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി ഇറക്കുന്ന ഫോർമൽ ഉത്തരവുകളെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? റിട്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്നൊരു ഭാഗമുണ്ട്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തുണ്ട്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർട്ടിക്കിൾ 12 to 35 എന്ത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നത്. അതായത് പൗരന്മാരുടെ, സിറ്റിസൺസിൻ്റെ എല്ലാ ഫണ്ടമെൻ്റൽ റൈറ്റ്സും സിറ്റിസൺസിന് മാത്രമുള്ളതല്ല. ചില ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എല്ലാ വ്യക്തികൾക്കുള്ളതാണ്, ചില ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സിറ്റിസൺസിന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങളെക്കുറിച്ച് ഭരണഘടനയുടെ പാർട്ട് 3 പറയുന്നു. പാർട്ട് 3 പറയുന്നു. എവിടെയാണ്? ആർട്ടിക്കിൾ 12 മുതൽ ആർട്ടിക്കിൾ 35 വരെ. ഓക്കെ, അപ്പോൾ ഈ ആർട്ടിക്കിൾ 35 വരെ, 12 മുതൽ 35 വരെ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിലൊരു ആർട്ടിക്കിളാണെന്ത്? ആർട്ടിക്കിൾ 32 റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഇത് പറയുമ്പോൾ ആദ്യം ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഒരു പ്രത്യേകത പറയാം. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ജസ്റ്റീഷ്യബിൾ. അതായത് നമ്മളുടെ പാർട്ട് 3 പറയുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ വയലേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ആ വയലേഷനെതിരെ സിറ്റിസൺസിന് എവിടെ പോകാം? സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും പോകാം. ഓക്കെ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ജസ്റ്റീഷ്യബിൾ. അതായത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നേടിയെടുക്കാൻ വേണ്ടി ജനങ്ങൾക്ക് കോടതിയിൽ പോകാം. കോടതികൾ അവിടെ ഇടപെടുകയും സർക്കാരിനോട് എന്ത് ചെയ്യണം? ആ ജനങ്ങളുടെ മൗലിക അവകാശങ്ങൾ നടത്തി കൊടുക്കാനുള്ള ഉത്തരവ് കൊടുക്കുകയും വേണം. അതേസമയം നമ്മുടെ ഭരണഘടനയിലുള്ള മറ്റൊരു സംവിധാനമാണ് എന്ത്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്തല്ല? നിർദ്ദേശക തത്വങ്ങൾ എന്തല്ല? ജസ്റ്റീഷ്യബിൾ അല്ല. ഇത് നമ്മൾ ബേസിക്കായി മനസ്സിലാക്കുക. അപ്പോൾ നമ്മളിവിടെ പറയാൻ പോകുന്ന 5 റിട്ട്, ഈ 5 റിട്ടും എന്തിനാണ്? ജനങ്ങളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കാനാണ്. അതായത് എന്ത് എൻഫോഴ്സ് ചെയ്യാനാണ്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എൻഫോഴ്സ് ചെയ്യാനാണ്. സോ ഈ റിട്സ് ഇതെന്താണ്? ഇറ്റ് ഈസ് എ ലീഗൽ റെമഡി. എന്താണിത്? ലീഗൽ റെമഡിയാണ്. ഓക്കെ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടുമ്പോൾ ജനങ്ങൾക്കുള്ള ലീഗൽ റെമഡിയാണെന്ത്? ഈ നമ്മൾ പഠിക്കാൻ പോകുന്ന 5 റിട്സ്. ഓക്കെ, ഇനി നമ്മൾക്ക് അറിയാം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എവിടെയുണ്ട്? ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, അങ്ങനെ ഒരുപാട് ഫണ്ടമെൻ്റൽ റൈറ്റ് ഉണ്ട്. റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. അങ്ങനെ തന്നെ ഒരു റൈറ്റാണ് എന്ത്? റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. അതായത് നമ്മളുടെ മൗലിക അവകാശങ്ങൾ വയലേറ്റ് ചെയ്യപ്പെടുമ്പോൾ നമ്മൾക്ക് കോടതിയിൽ പോകാൻ പറ്റുന്നത്, പ്രത്യേകിച്ച് സുപ്രീം കോടതിയിൽ പോകാൻ പറ്റുന്നത് എന്താണ്? ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ്. അതായത് നമ്മളുടെ അവകാശങ്ങൾ വയലേറ്റ് ചെയ്യപ്പെടുമ്പോൾ ആ അവകാശങ്ങൾ സംരക്ഷിക്കാൻ നമ്മൾക്ക് കോടതിയിൽ പോകാൻ സാധിക്കുമെന്നുള്ളത് തന്നെ നമ്മളുടെ മറ്റൊരു മൗലിക അവകാശമാണ്. ഓക്കെ, ഡോക്ടർ BR അംബേദ്കർ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഭരണഘടനാ ശില്പിയാണ്. അദ്ദേഹം ഈ ആർട്ടിക്കിൾ 32, അതായത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന ആർട്ടിക്കിളിനെ, ഒരു ഫണ്ടമെൻ്റൽ റൈറ്റിനെ വിളിച്ചത് എന്താണ്? ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ്? നമ്മളുടെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും. നമ്മൾക്കറിയാം, ഹൃദയമില്ലെങ്കിൽ എന്താണ്? ജീവൻ്റെ തുടിപ്പ് നിലയ്ക്കും. നമ്മളുടെ വിശ്വാസം അനുസരിച്ച് ആത്മാവ് പോയാലും എന്താണ്? ജീവൻ്റെ തുടിപ്പ് നിലയ്ക്കും. അപ്പോൾ വിത്തൗട്ട് ഫണ്ടമെൻ്റൽ റൈറ്റ് ആൻഡ് എസ്പെഷ്യലി ആർട്ടിക്കിൾ 32 വിച്ച് ഈസ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യും? മരിച്ചു പോകും. കോൺസ്റ്റിറ്റ്യൂഷൻ മരിച്ച രാജ്യം തന്നെ ഇല്ലാതാകും. കാരണം നമ്മുടെ രാജ്യത്തെ മുൻപോട്ട് നയിക്കുന്ന ഒരു ചാലക ശക്തിയാണ് എന്ത്? കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, എന്താണ് ഈ ആർട്ടിക്കിൾ 32 പറയുന്നത്? അത് ഇൻഡിവിജ്വൽസിന് ഒരു പവർ കൊടുക്കുകയാണ്. എംപവേഴ്സ് ഇൻഡിവിജ്വൽസ് ടു മൂവ് സുപ്രീം കോർട്ട് ടു എൻഫോഴ്സ് ഫണ്ടമെൻ്റൽ റൈറ്റ്. ജനങ്ങൾക്ക് അവരുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ സുപ്രീം കോടതിയെ നേരിട്ട് സമീപിക്കാനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 32 കൊടുക്കുക. നോർമലി നമ്മൾ എന്താ ചെയ്യുക? ഒരു സബോർഡിനേറ്റ് കോർട്ട്,
മജിസ്ട്രേറ്റ് കോർട്ടാവാം, ജില്ലാ കോടതിയാവാം, അവിടെയൊക്കെ ഒരു കേസ് കൊടുത്ത് അതിൻ്റെ വിധി വന്നാൽ പിന്നീട് അപ്പീൽ പോയിട്ടാണ് ഹൈക്കോർട്ടിലും സുപ്രീം കോർട്ടിലും നോർമലി പോവുക. പക്ഷേ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ നമ്മൾക്ക് നേരിട്ട് സുപ്രീം കോടതിയിൽ പോകാം. ഇത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് കാണിക്കുന്നത്. നമ്മളുടെ ഭരണഘടനാ ശില്പികൾ ഓരോ വ്യക്തിയുടെയും മൗലിക അവകാശങ്ങൾക്ക് എന്തുമാത്രം പ്രാധാന്യം നൽകി എന്നതാണ് ഈ ആർട്ടിക്കിൾ 32 കാണിക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ പോകുമ്പോൾ സുപ്രീം കോടതി ചില ഡയറക്ഷൻ, ഓർഡർ അല്ലെങ്കിൽ റിട്ട്സ്, ഫോർമൽ ഓർഡർ അത് കൊടുക്കും. ഓക്കെ, അത് ഏതൊക്കെയാണ് ആ റിട്ടുകൾ? ഒന്ന്, ഹേബിയസ് കോർപ്പസ്. നമ്മൾ പല സിനിമകളിലായി പലപ്പോഴും കേട്ടിട്ടുള്ള, നമ്മൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു പേരാണെന്ത്? ഹേബിയസ് കോർപ്പസ്. രണ്ടാമത്തേത് എന്താണ്? മാൻഡമസ്. മൂന്നാമത്തേത് പ്രൊഹിബിഷൻ. നാലാമത്തേത് സെർഷ്യോറി. ലാസ്റ്റ് വൺ കോവാറണ്ടോ. പിന്നെ ഇത് പറയുമ്പോൾ റിട്ടുകൾ നമ്മൾ എവിടെ നിന്നാണ് എടുത്തത്? നമ്മൾ ഭരണഘടനയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ ഭരണഘടനയുടെ പല ഭാഗങ്ങളും ലോകത്തിൽ നിലനിന്നിരുന്ന പല ഭരണഘടനയിൽ നിന്നും കടമെടുത്തതാണ്, ഉൾക്കൊണ്ടതാണ്. അങ്ങനെ ബ്രിട്ടനിൽ നിന്നെടുത്താണ് റിട്ട്. അപ്പം നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. റിട്ട് ബ്രിട്ടൻ, ബ്രിട്ടൻ റിട്ട്. ഓക്കെ, അത് ജസ്റ്റ് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം ആർട്ടിക്കിൾ 32 എന്താണ് പറയുന്നത്? ഫണ്ടമെൻ്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് എവിടെ പോകാം? സുപ്രീം കോടതിയിൽ പോകാം. അങ്ങനെ സുപ്രീം കോടതിയിൽ പോകാമെന്ന് പറയുന്നത് തന്നെ എന്താണ്? ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്. ഓക്കെ, സോ യുവർ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, അത് തന്നെ എന്താണ്? ഒരു മൗലിക അവകാശമാണ്. ഓക്കെ, അതുപോലെ റിറ്റുകൾ സുപ്രീം കോടതിക്ക് മാത്രമല്ല റിറ്റ് ഇഷ്യൂ ചെയ്യാനുള്ള പവർ ആർക്കുമുണ്ട്? ഹൈക്കോടതിക്കുമുണ്ട്. ഹൈക്കോടതിക്ക് റിറ്റ് ഇഷ്യൂ ചെയ്യാം എന്ന് പറയുന്നത് എന്താണ്? ഭരണഘടനയുടെ ആർട്ടിക്കിൾ 226 പറയുന്നത് ഹൈക്കോർട്ടിൻ്റെ റിറ്റ് ജൂറിസ്ഡിക്ഷൻ. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഹൈക്കോർട്ടിന് എപ്പോഴൊക്കെ റിറ്റ് ഇഷ്യൂ ചെയ്യാം? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എൻഫോഴ്സ് ചെയ്യാൻ, അതായത് നമ്മുടെ മൗലിക അവകാശങ്ങൾ ഉറപ്പുവരുത്താനും മാത്രമല്ല ഫോർ എനി അതർ പർപ്പസ്, അതായത് മറ്റ് ലീഗൽ റൈറ്റ്സ്. നമ്മൾക്കറിയാം നമ്മൾക്ക് ഒരുപാട് റൈറ്റ്സ് ഫണ്ടമെൻ്റൽ റൈറ്റാണ്, ചില റൈറ്റ് നമ്മുടെ ലീഗൽ റൈറ്റാണ്. ഉദാഹരണത്തിന് റൈറ്റ് ടു വോട്ട്, അതൊരു ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ല. റൈറ്റ് ടു പ്രോപ്പർട്ടി മുമ്പ് ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിരുന്നു, പക്ഷേ ഇന്നെന്താണ്? അതൊരു ലീഗൽ റൈറ്റാണ്. നമ്മൾക്ക് എന്താണ്? റൈറ്റ് ടു വോട്ടിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ലാൻഡ് റൈറ്റിന് വേണ്ടിയിട്ട്, ഓക്കെ, ലാൻഡ് റൈറ്റിന്, പ്രോപ്പർട്ടി റൈറ്റിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഹൈക്കോടതിയിൽ റിറ്റ് സമർപ്പിക്കാം. പക്ഷേ സുപ്രീം കോടതിയിൽ ഈ വക കാര്യങ്ങൾക്ക് റിറ്റ് നേരിട്ട് സമർപ്പിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ റിറ്റ് ജൂറിസ്ഡിക്ഷൻ ആരുടെയാണ് വൈഡർ? സുപ്രീം കോടതിയുടെയാണോ ഹൈക്കോടതിയുടെയാണോ? ആൻസർ ഈസ് സിമ്പിൾ, ഹൈക്കോടതിയുടെ റിറ്റ് ജൂറിസ്ഡിക്ഷൻ. ഹൈക്കോടതികളുടെ റിറ്റ് ജൂറിസ്ഡിക്ഷനാണ് വൈഡർ. കാരണം എന്താണ്? സുപ്രീം കോടതിക്ക് എപ്പോഴാണ് റിറ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റുക? നമ്മളീ പറഞ്ഞ 5 റിറ്റ് എപ്പോഴാണ് ഇഷ്യൂ ചെയ്യാൻ പറ്റുക? ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ വയലേഷൻ ഉണ്ടായാൽ. പക്ഷേ ഹൈക്കോടതികൾക്കാണെങ്കിലോ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനോടൊപ്പം മറ്റ് ലീഗൽ റൈറ്റ്സിൻ്റെ വയലേഷനും സിറ്റിസൺസിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി റിറ്റ് ഇഷ്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ്? 226 അതായത് ഹൈക്കോടതിയുടെ റിറ്റ് ജൂറിസ്ഡിക്ഷൻ ആർട്ടിക്കിൾ 32 അതായത് സുപ്രീം കോടതിയുടെ റിറ്റ് ജൂറിസ്ഡിക്ഷനേക്കാളും എന്താണ്? വലുതാണ്. സോ വി ക്യാൻ സേ 226 ഈസ് ഗ്രേറ്റർ ദാൻ 32. ഇത് ഓർത്ത് വെക്കുക. ഓക്കെ, ഹൈക്കോടതിയുടെ റിറ്റ് ജൂറിസ്ഡിക്ഷനാണ് വൈഡർ. കാരണം എന്താണ്? ഫണ്ടമെൻ്റൽ റൈറ്റ്സിനോടൊപ്പം മറ്റ് ലീഗൽ റൈറ്റ്സിൻ്റെ വയലേഷനും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിറ്റ് ഇഷ്യൂ ചെയ്ത് സിറ്റിസൺസിന് ഒരു ലീഗൽ റെമഡി കൊടുക്കാൻ സാധിക്കും. ഓക്കെ, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പഠിക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പല ഭാഗങ്ങളും അത് എന്താണ്? പരസ്പരം കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ റിറ്റ് ജൂറിസ്ഡിക്ഷൻ പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ചില ആർട്ടിക്കിൾസ് ജസ്റ്റ് ഒന്ന് പഠിച്ചു പോകാം. ഒന്നാണ് ആർട്ടിക്കിൾ 12. നമ്മളുടെ മിക്ക റിറ്റും നമ്മൾ ഉപയോഗിക്കുന്നത് ആർക്കെതിരെയാണ്? സ്റ്റേറ്റിനെതിരെയാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ് ആക്ച്വലി സിറ്റിസൺസിന് അവകാശങ്ങൾ കൊടുക്കുകയും സ്റ്റേറ്റിന് ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രൊവിഷനാണ്. സിറ്റിസൺസ് പലപ്പോഴും എന്താണ്? സ്റ്റേറ്റ് അവരുടെ ഉത്തരവാദിത്തം നിറവേറ്റിയില്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്താണ്? വയലേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ കോടതിയിൽ പോകുന്നു. അപ്പോൾ സ്റ്റേറ്റ് എന്താണെന്നുള്ള വ്യക്തമായ ധാരണ വേണം. കാരണം സ്റ്റേറ്റിനെതിരെയാണ് ഈ റിറ്റ് പലപ്പോഴും പ്രയോഗിക്കുന്നത്. അപ്പോൾ എന്താണ് സ്റ്റേറ്റ് എന്നുള്ള ഡെഫിനിഷൻ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊടുക്കുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 12. ഓർത്തിരിക്കുക, ആർട്ടിക്കിൾ 12 എന്താണ് പറയുന്നത്? സ്റ്റേറ്റ് എന്താണ് എന്ന് പറയുന്നു. അതുപോലെ ആർട്ടിക്കിൾ 139
നമ്മൾ പറഞ്ഞു സുപ്രീം കോടതിക്ക് റിട്ട് ജൂറിസ്ഡിക്ഷൻ ഉണ്ട്, പക്ഷേ നമ്മുടെ പാർലമെൻറ്റിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സുപ്രീം കോടതിയുടെ റിട്ട് ജൂറിസ്ഡിക്ഷനെ എക്സ്റ്റെൻഡ് ചെയ്യാം, കൂടുതൽ റിട്ട് ജൂറിസ്ഡിക്ഷൻ സുപ്രീം കോടതിക്ക് കൊടുക്കാം. അത് ആർക്കാണ് കൊടുക്കാനുള്ള അവകാശം? പാർലമെൻറ്റിലാണ് കൊടുക്കാനുള്ള അവകാശം. അതുപോലെ ആർട്ടിക്കിൾ 359 നമുക്കറിയാം, ആർട്ടിക്കിൾ 352, ആർട്ടിക്കിൾ 360 എമർജൻസികളെക്കുറിച്ച് പറയുന്നു. അതിൽ ആർട്ടിക്കിൾ 359 എന്താണ് പറയുന്നത്? ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ സസ്പെൻഷൻ, എമർജൻസിയുടെ സമയത്ത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ സസ്പെൻഷൻ നടക്കുന്നു. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ സസ്പെൻഷൻ നടക്കുമ്പോൾ നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി, കോടതിയിൽ പോയി മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കാനുള്ള അവകാശവും ഒരു മൗലിക അവകാശമാണ്. അത് എത്രത്തോളം ഹനിക്കപ്പെടുന്നുവെന്ന് ആർട്ടിക്കിൾ 359 പറയുന്നു. അതേക്കുറിച്ച് നമുക്ക് കൂടുതൽ വിശദമായ കുറച്ച് കഴിയുമ്പോൾ പഠിക്കാം. പിന്നെ ആർട്ടിക്കിൾ 226 ഓൾറെഡി പഠിച്ചു, ഹൈക്കോടതിയുടെ റിറ്റ് ജൂറിസ്ഡിക്ഷൻ. ആർട്ടിക്കിൾ 227 എന്താണ് പറയുന്നത്? ഹൈക്കോടതിക്ക് എന്താണ് സൂപ്പർവൈസറി കൺട്രോൾ ഉണ്ട്. ലോവർ കോർട്ട്സ്, ഹൈക്കോടതിയുടെ കീഴിലുള്ള ഡിസ്ട്രിക്ട് കോർട്ട് അഥവാ നമ്മുടെ മജിസ്ട്രേറ്റ് കോർട്ട്സ് പോലെ സബോർഡിനേറ്റ് കോടതിയിലും ട്രൈബ്യൂണൽസ് ഇപ്പോൾ കേരളത്തിലൊരു ട്രൈബ്യൂണൽ ഉണ്ടെങ്കിൽ ആ ട്രൈബ്യൂണലിൻ്റെ മേലെ സൂപ്പർവൈസറി പവർ ആർക്കുണ്ട്? കേരള ഹൈക്കോടതിക്കുണ്ട്. ഇത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 227. അതുപോലെ ആർട്ടിക്കിൾ 136 സുപ്രീം കോടതിക്ക് എന്ത് ചെയ്യാം? SLP എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ. അതായത് താഴത്തെ കോടതിയിൽ ഒരു റിട്ട് റിജക്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് നോർമൽ കേസസിൽ നമ്മളുടെ ഹൈക്കോടതിയിൽ നമ്മൾ നോർമലി ഒരു കേസിന് പോയി ആ കേസ് തള്ളിയാൽ നമുക്ക് ഉടനെ അതിൻ്റെ അപ്പീൽ സുപ്രീം കോടതിയിൽ പോകാൻ പറ്റില്ല. ചില കേസിൽ ഹൈക്കോടതി ജഡ്ജ്മെൻറ്റിനോടൊപ്പം എഴുതും, ഈ കോടതി ഈ വിധി അല്ലെങ്കിൽ ഈ കേസ് എന്താണ് സുപ്രീം കോടതിയിൽ പോകാനും അപ്പീൽ പോകാൻ യോഗ്യതയുള്ള കേസാണ്. കാരണം ഈ കേസിൽ ക്വസ്റ്റ്യൻ ഓഫ് ലോ, പ്രധാനപ്പെട്ട ഒരു നിയമ ചോദ്യം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. അങ്ങനെ കൊടുത്താൽ നമുക്ക് നോർമൽ അപ്പീൽ സുപ്രീം കോടതിയിൽ പോകാം. പക്ഷേ പലപ്പോഴും ചെറിയ കേസുകൾക്ക് അത് കൊടുക്കില്ല. ബിക്കോസ് ആ ചെറിയ കേസിൽ ക്വസ്റ്റ്യൻ ഓഫ് ലോ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴും പക്ഷേ ജനങ്ങൾക്ക് എന്ത് ചെയ്യാം? സുപ്രീം കോടതിയിൽ പോകാം. സുപ്രീം കോടതിയിൽ എന്ത് പ്രൊവിഷനിൽ പോകാം? സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ എന്ന ഒരു സാധനം ഉപയോഗിച്ച് സുപ്രീം കോടതിയിൽ നേരിട്ട് പോകാം. ഓക്കെ, ഇത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ വയലേഷൻ അല്ല. ഓക്കെ, ഇത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ വയലേഷൻ ആവണമെന്നില്ല. ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് നമുക്ക് ഡയറക്റ്റ് പോവാം. മറ്റ് ലീഗൽ റൈറ്റ്സിന് നമ്മൾ ആദ്യം ഹൈക്കോടതിയിൽ പോയി അവിടുന്ന് നമുക്ക് എന്ത് കിട്ടിയില്ല? നമ്മൾ ഉദ്ദേശിച്ച വിധി നമുക്ക് കിട്ടിയില്ല. ഹൈക്കോടതി സർട്ടിഫൈയും ചെയ്തില്ല ഈ കേസ് സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാൻ യോഗ്യതയുള്ള കേസാണെന്ന് സർട്ടിഫൈ ചെയ്തില്ലെങ്കിൽ നമുക്ക് എവിടെ പോകാം? സുപ്രീം കോടതിയിൽ പോകാം. ഓക്കെ, ഇനി നേരത്തെ നമ്മൾ കണ്ട ആർട്ടിക്കിളാണെന്ത്? ആർട്ടിക്കിൾ 12 സ്റ്റേറ്റ്. ഓക്കെ, സ്റ്റേറ്റ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നത് എന്താണ്? പാർട്ട് 3 എന്താണ്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സിലെ ആർട്ടിക്കിൾ 12 നമ്മളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് തുടങ്ങുന്നത് തന്നെ സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്തുകൊണ്ടാണ്. സ്റ്റേറ്റ് എന്ന് പറയുമ്പം അത് ജസ്റ്റ് നമ്മളുടെ സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ മാത്രമല്ല, ഈവൻ നമ്മുടെ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഗവൺമെൻറ് കൺട്രോൾഡ്, ഓൺഡ് അല്ലെങ്കിൽ ഗവൺമെൻറ് സബ്സ്റ്റാൻഷ്യലി ഫണ്ട് ചെയ്യുന്ന എല്ലാ ബോഡീസും എന്താണ്? സ്റ്റേറ്റിൻ്റെ കീഴിൽ വരും. ഓക്കെ, സോ നമ്മളുടെ മാൻഡമസ്, സെർഷ്യൂറി, പ്രൊഹിബിഷൻ ഇതൊക്കെ സ്റ്റേറ്റിനെതിരെയാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഉദാഹരണത്തിന് എന്താണ് മാൻഡമസ് എന്ന് മാത്രം പറയാം. വി കമാൻഡ്. ഉദാഹരണത്തിന് നിങ്ങളുടെ നാട്ടിലെ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്, കുറേ നാളായി. അപ്പോൾ അതിലെ കൂടെ 2 വീലറുകാരൊക്കെ പോയി മറിഞ്ഞ് വീണ് മരണം സംഭവിക്കുന്നു, അല്ലെങ്കിൽ സീരിയസ് ആയി ഇഞ്ചറി പറ്റുന്നു. അപ്പോൾ ഒരു പൊതുപ്രവർത്തകൻ ഹൈക്കോടതിയിൽ ചെന്ന് ആ റോഡ് സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള റോഡാണ്, അത് എത്രയും പെട്ടെന്ന് ടാർ ചെയ്യണമെന്നും ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകണമെന്നും പറയുമ്പോൾ ഹൈക്കോടതി എന്ത് ചെയ്യും? മാൻഡമസ് റിട്ട് ഇഷ്യൂ ചെയ്യും. ആ കൺസേൺഡ് എഞ്ചിനീയറിന് അല്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പിന് അല്ലെങ്കിൽ പഞ്ചായത്തിന്, ആരുടെ റോഡാണെന്ന് വെച്ചാൽ അവിടുത്തെ ഉദ്യോഗസ്ഥരോട് എത്രയും പെട്ടെന്ന് അത് നന്നാക്കാനുള്ള റിട്ട് ഇഷ്യൂ ചെയ്യും. അപ്പോൾ അത് ആർക്കെതിരെയാണ്? സ്റ്റേറ്റ്. ചിലപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിനോടാവാം, അല്ലെങ്കിൽ എന്താണ് എഞ്ചിനീയറോടാവാം, എഞ്ചിനീയർ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്, പഞ്ചായത്തിനോടാവാം. അപ്പോൾ ഇതൊക്കെ സ്റ്റേറ്റിൻ്റെ കീഴിൽ വരുന്നു. അപ്പോൾ ആർട്ടിക്കിൾ 12 അനുസരിച്ച് സ്റ്റേറ്റിൽ എന്തൊക്കെ ഉൾക്കൊള്ളുന്നു? സെൻട്രൽ ഗവൺമെൻറ്റും പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ. പാർലമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലോക്സഭ, രാജ്യസഭ, ഗവൺമെൻറ്. ഓക്കെ, ദെൻ യുവർ സ്റ്റേറ്റ് ഗവൺമെൻറ്. ഓക്കെ, സ്റ്റേറ്റ് അസംബ്ലി ഉള്ളിടത്ത് അസംബ്ലി, ഗവൺമെൻറ്, സ്റ്റേറ്റ് അസംബ്ലി. ചില സ്റ്റേറ്റിൽ നമുക്കറിയാം കൗൺസിലുണ്ട്. ഓക്കെ, സ്റ്റേറ്റ് അസംബ്ലി കൂടാതെ കൗൺസിലുണ്ട്, അവരും ഇതിൽ പെടും. പിന്നെ എല്ലാ ലോക്കൽ അതോറിറ്റീസും. ഓക്കെ, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, പോർട്ട് ട്രസ്റ്റ്,
ഓക്കെ, നോട്ടിഫൈഡ് ഏരിയ, ഡിസ്ട്രിക്ട് ബോർഡ്, മുമ്പ് കണ്ടോൺമെൻറ്റുകൾ ഉണ്ടായിരുന്നു. അതായത് ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് അപ്പോയിൻ്റോ ചെയ്യുന്ന എല്ലാ ബോഡീസും. ഓക്കെ, പിന്നെ കുറച്ചും കൂടെ വൈഡറായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഓക്കെ നിലകൊള്ളുന്ന ഏത് ബോഡി, ഫോർ എക്സാമ്പിൾ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, ഓക്കെ, അല്ലെങ്കിൽ യുവർ SC/ST കമ്മീഷൻ, OBC, ഓക്കെ, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്സസ്, ഇതെല്ലാം ഇതുപോലെ സ്റ്റാറ്റ്യൂട്ടറി ആയ കോൺസ്റ്റിറ്റ്യൂഷണലായ എല്ലാ ബോഡികളും അല്ലെങ്കിൽ പബ്ലിക് ഫങ്ഷൻ ചെയ്യുന്ന ആരും എന്തിൻ്റെ കീഴിൽ വരും? സ്റ്റേറ്റിൻ്റെ കീഴിൽ വരും. ഓക്കെ, ഇനി ജുഡീഷ്യറി, കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 12 പറയാത്ത പല അതോറിറ്റീസിനെയും സ്റ്റേറ്റായിട്ട് ആര് പ്രഖ്യാപിച്ചിട്ടുണ്ട്? നമ്മുടെ കോടതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മൾക്കറിയാം നമ്മുടെ കോടതികൾക്ക് എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ കോടതിയായ ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും പ്രത്യേകിച്ച് കോൺസ്റ്റിറ്റ്യൂഷനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ, വ്യാഖ്യാനിക്കാനുള്ള അവകാശമുണ്ട്. അത് പ്രകാരം ആർട്ടിക്കിൾ 12 അവർ വ്യാഖ്യാനം കൊടുത്തിട്ടുള്ളതാണ്. പബ്ലിക് കോർപ്പറേഷൻസും എന്തിൽ വരും? ആർട്ടിക്കിൾ 12 വരും. ഇപ്പം നമ്മളുടെ KSRTC അത് പബ്ലിക് കോർപ്പറേഷനാണ്, അതെന്തിൽ വരും? സ്റ്റേറ്റിൻ്റെ ഡെഫിനിഷനിൽ വരും. KSEB, ഓക്കെ, ഇലക്ട്രിസിറ്റി ബോർഡ്, ഈ കേസിൽ തന്നെ അതൊരു ഇലക്ട്രിസിറ്റി ബോർഡിനെതിരെയാണ്, അത് എന്തായിട്ട് വരും? സ്റ്റേറ്റായിട്ട് വരും. ഓക്കെ, അതുപോലെ തന്നെയാണ് അജയ് ഹസിയ വേഴ്സസ് ഖാലിദ് മുജീബ് കേസിൽ എന്താണ് പറയുന്നത്? ഇൻസ്ട്രുമെൻറ്റാലിറ്റി ഓർ ഏജൻസി ടെസ്റ്റ്, അതൊരു ടെസ്റ്റാണ്. ഈ ടെസ്റ്റ് വെച്ചിട്ട് ഗവൺമെൻറ്റിൻ്റെ സിഗ്നിഫിക്കൻറ്റ് കൺട്രോൾ ഉണ്ട്. ഇപ്പോൾ ഒരു കമ്പനിയുണ്ട്, ആ കമ്പനിയിൽ 51% ഷെയർ ഗവൺമെൻറ്റിൻ്റെ ആണെന്ന് വിചാരിക്കുക. ആ കമ്പനിയെ സ്റ്റേറ്റായിട്ട് കണ്ടെത്തും. ഗവൺമെൻറ് ഫണ്ടിങ്, ഇപ്പോൾ ഒരു NGO ഉണ്ട്, ഓക്കെ, പക്ഷേ NGOയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സബ്സ്റ്റാൻഷ്യൽ ഭാഗം ഫണ്ട് ചെയ്യുന്നത് ആരാണ്? ഗവൺമെൻറ്റാണെന്ന് വിചാരിക്കുക. അപ്പം ഒരു NGOയുടെ സബ്സ്റ്റാൻഷ്യൽ ഫണ്ടിങ് ഗവൺമെൻറ് ആണെങ്കിൽ അതെന്തായിട്ട് വരും? സ്റ്റേറ്റായിട്ട് വരും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോഡി പബ്ലിക് ഫങ്ഷൻ ചെയ്യുന്നു, അതായത് ഇപ്പം ഗവൺമെൻറ്റോ ഗവൺമെൻറ് ഏജൻസികളോ ചെയ്യേണ്ട സിമിലർ ഫങ്ഷൻ ഏതെങ്കിലും ഒരു ബോഡി ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായിട്ട് വരും? അത് സ്റ്റേറ്റായിട്ട് വരും. ഉദാഹരണത്തിന് റോഡുകൾ നിർമ്മിക്കുക, ഹോസ്പിറ്റൽ നിർമ്മിക്കുക ഒക്കെ ഗവൺമെൻറ്റാണ്, പക്ഷേ കേരളത്തിൽ അത് കിഫ്ബി ചെയ്യുന്നുണ്ട്. ഓക്കെ, കിഫ്ബി ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ്? കിഫ്ബി എന്തായിട്ട് വരും? അത് ഒരു പബ്ലിക് ഫങ്ഷനായിട്ട് വരും. അതുകൊണ്ട് അത് സ്റ്റേറ്റായിട്ട് വരും. സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി, സ്റ്റാറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ നിയമം മൂലം സ്ഥാപിതമായിട്ടുള്ള ഏത് ബോഡിയും സ്റ്റേറ്റിൻ്റെ ഡെഫിനിഷനിൽ വരും. അപ്പം ആർട്ടിക്കിൾ 12 അനുസരിച്ച് സ്റ്റേറ്റിൻ്റെ ഡെഫിനിഷൻ എന്താണ്? വളരെ വൈഡാണ്. എത്രത്തോളം സ്റ്റേറ്റ് വൈഡാവുന്നോ അത്രത്തോളം ജനങ്ങൾക്ക് ഉപകാരപ്രദമാണ്. കാരണം സ്റ്റേറ്റിനെതിരെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ വയലേഷന് ജനങ്ങൾക്ക് കോടതികളിൽ പോവുകയും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. ഓക്കെ, ഇനി പ്രദീപ് കുമാർ ബിശ്വാസ് കേസിൽ എന്താണ് പറയുന്നത്? ഡീപ്പ്, ആഴത്തിലും പരപ്പിലും, പെർവേസീവ് കൺട്രോൾ, ഗവൺമെൻറ്റിന് ആഴത്തിലും പരപ്പിലും കൺട്രോൾ ഉള്ളത് അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവിതത്തിലും ആഴത്തിലും പരപ്പിലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ബോഡികളെല്ലാം സ്റ്റേറ്റായിട്ട് വരും. ഉദാഹരണത്തിന് LIC, ONGC, BSNL, ഇലക്ട്രിസിറ്റി ബോർഡ്, യുവർ യൂണിവേഴ്സിറ്റീസ് നമുക്കറിയാം ഓട്ടോണോമസ് ആണ്. ഓരോ യൂണിവേഴ്സിറ്റിയും ഓട്ടോണോമസ് ഫ്രം ദ ഗവൺമെൻറ് ആണ്. പക്ഷേ യൂണിവേഴ്സിറ്റീസ് ഉണ്ടാക്കിയത് എന്താണ്? സ്റ്റാറ്റ്യൂട്ട്സ് പ്രകാരമാണ്. യൂണിവേഴ്സിറ്റീസിൻ്റെ ഫണ്ടിങ് കൺട്രോൾ ചെയ്യുന്നത് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കൺട്രോൾ ആരുടെ കയ്യിലാണ്? സ്റ്റേറ്റിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് പബ്ലിക് യൂണിവേഴ്സിറ്റീസ് എന്താകും? സ്റ്റേറ്റ് ആകും. പക്ഷേ എന്താകില്ല? പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് സ്റ്റേറ്റ് ആവില്ല. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും ചിലപ്പോൾ ഒരു ആക്ട് പ്രകാരമായിരിക്കും അതിന് പെർമിഷൻ കൊടുത്തിട്ടുണ്ടാവുക, UGCയുടെ ഒരു ആക്ട്, പക്ഷേ അവർ സ്റ്റേറ്റിൽ വരില്ല. ഓക്കെ, പ്രൈവറ്റ് സ്കൂൾ, പ്രൈവറ്റ് ഹോസ്പിറ്റൽ, പ്രൈവറ്റ് കമ്പനി ഇവയൊന്നും വരില്ല. പക്ഷേ അവിടെ ഒരു ക്യാച്ച് ഉണ്ട്. എന്താണ്? ഇഫ് ദേ ആർ പെർഫോമിങ് എ പബ്ലിക് ഡ്യൂട്ടി, ഒരു പബ്ലിക് ഡ്യൂട്ടി. ഉദാഹരണത്തിന് ഒരു പ്രധാനപ്പെട്ട റോഡ് അതൊരു കമ്പനിക്ക് സർക്കാർ ലീസിന് കൊടുത്തു. മേ ബി ബിൽഡ്, ഓപ്പറേറ്റ്, ട്രാൻസ്ഫർ ലീസിന് കൊടുത്തു. അവർ ടോള് പിരിക്കുന്നു, അവർ ആ റോഡിൽ നിന്ന് വരുമാനം എടുക്കുന്നു. എന്നാൽ അത് തൽക്കാലത്തേക്ക് ആ പ്രൈവറ്റ് കമ്പനിക്കാണ് ആ റോഡ് കൊടുത്തതെങ്കിലും അവരൊരു പബ്ലിക് ഫങ്ഷനാണ് ചെയ്യുന്നത്. അവരിപ്പോൾ റോഡ് പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, ടോളിൽ ഒരുപാട് ഡിലേ വരുന്നു. അപ്പോൾ കോടതിക്ക് ഇടപെടാം. ഇപ്പോൾ പാലിയേക്കര ടോള് തന്നെ കേരളത്തിൽ വളരെ നൊട്ടോറിയസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്കെല്ലാവരും വാർത്തയിൽ സ്ഥിരം കേട്ടിട്ടുള്ളൊരു കേസാണ്. ഹൈക്കോടതി അതിൽ ഇടപെട്ടു. ഓക്കെ, ഇവിടെ എന്താണ്? റിട്ട് ഈസ് പോസിബിൾ അണ്ടർ ആർട്ടിക്കിൾ 226. ഓക്കെ, ഹൈക്കോടതി, കേരളത്തിൽ ഓർക്ക് ഹൈക്കോടതിയാണ് ഇവിടെ ഇടപെട്ടിട്ടുള്ളത്.